ആരംഭിക്കുന്നത്. മാർച്ച് 21-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ മൂലംപള്ളി, പിഴല, ചേന്നൂർ, ചര്യംതുരുത്ത് പാലങ്ങളും അപ്രോച്ച് റോഡും യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നത്. 21-ാം നൂറ്റാണ്ട് പിറന്നത് മുതൽ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഈ ദ്വീപ് നിവാസികൾ സമരം ചെയ്തു വരുന്നു. 2005 ഡിസംബർ 26-ന് ജിഡ ജനറൽ കൗൺസിൽ ഫണ്ട് അനുവദിച്ച് ഭരണാനുമതി നൽകിയ പദ്ധതി ഇതുവരെയും യാഥാർത്ഥ്യമായില്ല. മാറി മാറി വന്ന സർക്കാരുകളുടെ അലംഭാവത്തെക്കുറിച്ച് ഇവർ പരാതിപ്പെടുന്നില്ല. എങ്കിലും ഏറെ പ്രതീക്ഷ നൽകി 2013 ഡിസംബർ 29-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 18 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് തറക്കല്ലിട്ടതിനു ശേഷം ആവേശമൂത്ത് 15 മാസത്തിനുള്ളിൽ പാലം യാഥാർത്ഥ്യമാക്കുമെന്ന് ഊറ്റം കൊണ്ടിട്ട് ഒന്നും സംഭവിച്ചില്ല. കോഴി കോട്ടുവായിട്ടതുപോലെയായി കാര്യങ്ങൾ. നിങ്ങൾ വളരെ വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ച നിങ്ങളുടെ സ്വപ്ന പദ്ധതി ഇവിടെ മൂലംപള്ളി പിഴല പാലം, അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച വിവരം നിങ്ങളെ ആദ്യമായി അറിയിക്കുക. അതുപോലെ തന്നെ 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ സന്തോഷകരമായ ചടങ്ങ് നിർവഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. 8 വർഷം കാത്തിരിക്കേണ്ടി വന്നുവെങ്കിലും ഇന്ന് ഞാനിവിടെ നിർവഹിച്ച ഈ ചടങ്ങ് അതിന്റെയും നിർമ്മാണം 18 മാസം കൊണ്ട് പൂർത്തിയാക്കാം. ഇതും 18 മാസം കൊണ്ട് പൂർത്തിയാക്കാം. അതേറ്റവും വേഗത്തിലായി യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ ഇന്നിവിടെ കാട്ടുന്ന ഈ ഉത്സാഹം ആ രംഗത്തും നിങ്ങൾ കാട്ടണം. 18 മാസം, ഒരു ദിവസം പോലും നീണ്ടുപോകാതെ. മറ്റേ ചാത്തനാട് പാലത്തിന്റെ അവിടെ വെച്ച് സതീശന് പ്രഖ്യാപനം നടത്തി 3 മാസം കുറച്ചിരിക്കുന്നു. 15 മാസം കൊണ്ട് തീർക്കാൻ മുൻകൈ എടുക്കുന്നത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് 2015 ഫെബ്രുവരി 26-ന് ആബാലവൃദ്ധം പുഴയിൽ അഗ്നിജ്വാല തെളിയിച്ച് പ്രതിഷേധിച്ചു. എന്നിട്ടും അധികാരികൾ അനങ്ങുന്നില്ല. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങുകയില്ല എന്ന മൗനവാശിയിലാണോ മുഖ്യനും കൂട്ടരുമെന്ന് അറിയില്ല. ഏതായാലും ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളുടെ നീതിപൂർവമായ ആവശ്യത്തിന് മുന്നിൽ സർക്കാർ കനിയണമെന്ന അപേക്ഷയാണ് മൂലംപള്ളി പിഴല നിവാസികൾക്കൊപ്പം ഞങ്ങൾക്കുമുള്ളത്. ന്യൂസ് ഡെസ്ക്, DNTN.